10-25 വർഷം മുന്നേ ഞാൻ അമ്പൂരി സ്കൂളിൽ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം. അന്നാണ് കേട്ടോ ആദ്യത്തെ +1 ബാച്ച് അമ്പൂരി സ്കൂളിൽ തുടങ്ങുന്നത്. അപ്പോഴാണ് ഏറെക്കുറെ മനസ്സിലാവുന്നത് കോളേജിൽ പോകേണ്ട 2 വർഷം പിന്നെയും സ്കൂളിൽ തന്നെ പഠിക്കണമെന്ന്. പ്രീ ഡിഗ്രിയൊക്കെ വേർപെടുത്തി ഹയർ സെക്കൻഡറി അങ്ങനെ സ്കൂളുകളിലേക്ക് വന്നു. സയൻസ്, ഹ്യൂമാനിറ്റീസ് എന്നൊക്കെ തരംതിരിച്ചിട്ടുണ്ടെങ്കിലും ടിക്കറ്റ് എടുത്ത് അകത്ത് കയറുന്നവർക്ക് എന്ത് ഷോയാണ് നടക്കാൻ പോകുന്നതെന്ന് യാതൊരു ധാരണയും ഉണ്ടായിരുന്നില്ല. ഹ്യൂമാനിറ്റീസുകാർ പൊതുവെ സയൻസിൽ അഡ്മിഷൻ കിട്ടാതെ നിവൃത്തിയില്ലാതെ എന്തെങ്കിലും കിട്ടിയാൽ കിട്ടട്ടെ എന്നും പറഞ്ഞ് കയറി വരുന്നവരാണെന്ന പറച്ചില് അന്നു മുതലേ ഉണ്ടായിരുന്നതാണ്. പഠിപ്പ് മാത്രമല്ല, മിടുക്കന്മാരാകാനുള്ള മാർഗമെന്ന കുൽസിതോപദേശത്തോടു കൂടിയാണ് പലപ്പോഴും ക്ലാസ്സുകൾ തുടങ്ങിയിരുന്നത്. പിന്നെ അന്നത്തെ ക്ലാസ് ടീച്ചർ നമ്മുടെ ബീന ടീച്ചറായിരുന്നു കേട്ടോ. ഞാൻ ഏറ്റവും പുറകിലെ സ്ഥാനക്കാരനായിരുന്നു. നമ്മുടെ ബാക്ക് ബെഞ്ചില്ലേ, അതന്നെ. പഠിപ്പൊക്കെ ആവറേജ് ആയിരുന്നെങ്കിലും മറ്റെല്ലാ കാര്യത്തിലും നമ്മുടെ ഹ്യൂമാനിറ്റീസ് മിടുക്ക് തെളിയിച്ചിരുന്നു എന്ന് തന്നെ പറയാം. എല്ലാ വർഷവും തുടർച്ചയായി കണ്ടുവരുന്ന സീനിയേഴ്സിന്റെ റാഗിങ്ങോ +1 +2 അടികൂടലോ ഒന്നും ആ വർഷം ഉണ്ടായിട്ടില്ല. 2005 അജിത്ത് ലാല്, ഷൈജു ശ്യാം ബാച്ച്. നന്ദിയുണ്ടേ. ടെസ്സി ടീച്ചറിന്റെ ക്ലാസ്സിലാണെങ്കിൽ പറയണ്ട. സുമേഷ്, അജിത്ത്, ഷാലു, ഷിയ, അംജിത്ത്, രാകേഷ്, വിനീത്, പിന്നെ ഞാനും വേറെ കുറച്ച് കൂട്ടുകാരും എന്നും അങ്ങോട്ട് പുറത്ത് തന്നെയായിരുന്നു. ആദ്യമൊക്കെ ഈ ക്ലാസ്സിന് പുറത്ത് നിൽക്കുന്ന ഒരു നാണക്കേടായി തോന്നിയിട്ടുണ്ട്. പിന്നെ അതങ്ങോട്ട് ശീലായി. ക്ലാസ്സിനുള്ളതിനേക്കാളും കാറ്റ് പുറത്തുണ്ടെന്ന സത്യം അന്ന് ഞങ്ങൾ മനസ്സിലാക്കി. സ്കൂളിൽ കൊണ്ടുപോയിരുന്ന ചോറ്റുപാത്രത്തിന് പലപ്പോഴും നല്ല കനമായിരുന്നു. അമ്മമാര് സ്നേഹപൂർവ്വം കുത്തി നിറച്ച ചോറായിരുന്നു. ചിലരുടെ പാത്രത്തിൽ ചോറിന്റെ മുകളിൽ തന്നെ കറികൾ, മറ്റു ചിലർക്ക് ചോറിനുള്ളിൽ കറിപ്പാത്രം. വേറെ ചിലരുണ്ട് വാഴയിൽ പൊതിഞ്ഞുകൊണ്ടുവരുന്നവർ. ആ ഒരു നൊസ്റ്റാൾജിയൊക്കെ പറഞ്ഞറിയിക്കാൻ വയ്യാട്ടോ. ഉച്ചബെല്ലടിക്കാൻ കാത്തിരുന്ന് കറികൾ പരസ്പരം പങ്കുവെച്ച് കഴിച്ചവർ. ആരെങ്കിലും ചോറ് കൊണ്ടുവന്നില്ലെങ്കിൽ എല്ലാവരും കൂടി കുറച്ചെടുത്ത് അവരുടെ വയറങ്ങട് നിറയ്ക്കായിരുന്നു. അതൊക്കെ ഒരു വലിയ സന്തോഷമായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ഷാജി ബേക്കറിയിലെ പപ്സും ഡ്രിങ്ക്സും, മയിലാടും പാറയിലെ പെറോട്ടയും ഗ്രേവിയും, അതൊക്കെ ഒരു വികാരമായിരുന്നു. എന്റെ പ്രായത്തിന്റെ മാറ്റത്തിനനുസരിച്ച് എന്റെ പ്രണയസങ്കല്പങ്ങളും മാറിക്കൊണ്ടേയിരുന്നു. പിറകിലൊരു സ്ഥലത്ത് ബെഞ്ചിന്റെ അങ്ങേ മൂലയിൽ ഒരു കുഞ്ഞു വട്ടമുഖവും കുഞ്ഞിക്കണ്ണുകളും ഇടയ്ക്കൊക്കെ നോക്കിയൊന്ന് പുഞ്ചിരിക്കാറുണ്ട്. ക്ലാസ് കഴിയും വരെ അവളെ ടീച്ചർ കാണാതെ അങ്ങനെ നോക്കി. വൈകുന്നേരം വീട്ടിലെത്തിയത് മുതൽ എൻ്റെ വീട്ടിലെ ക്ലോക്ക് ചലിക്കാൻ മടിച്ചു തുടങ്ങിയിരുന്നു. എല്ലാത്തിനും വല്ലാത്തൊരു ദൈർഘ്യം കണ്ട് അനുഭവപ്പെടാൻ തുടങ്ങി. എന്നും കൂർക്കം വലിച്ചു തുടങ്ങുന്ന ഞാൻ അന്ന് ആദ്യമായിട്ട് ഉറങ്ങാത്ത രാത്രി അങ്ങോട്ട് പ്രണയിച്ചു തുടങ്ങി. രാത്രിയിൽ മുറ്റത്തിറങ്ങാൻ പേടിച്ച നാളുകളിൽ നിന്നും മാറി മുറ്റത്തേക്ക് ചാടി ഇറങ്ങി ആകാശത്തിന്റെ ചിത്രപ്പണികളൊക്കെ കണ്ടങ്ങോട്ട് ആസ്വദിച്ചു. കുറേ നാള് കടന്നുപോയിട്ടോ. ഒരു ദിവസം പ്രണയം പറയാന്നങ്ങോട്ട് തന്നെ തീരുമാനിച്ചു. അവളുടെ മുൻപിലെത്തിയതും മനസ്സിൽ അവൾ ടീച്ചറോട് പറഞ്ഞാലോ എന്നുള്ള ചോദ്യം അങ്ങോട്ട് ഉദിക്കാൻ തുടങ്ങി. ടെസ്സി ടീച്ചർ, അവളുടെ സഹോദരൻ, എൻ്റെ വീട്ടുകാര്, എല്ലാവരുടെയും മുഖം ഇങ്ങനെ മനസ്സിൽ മാറി മാറി വന്നു. പിന്നെ ആ പ്രണയം മനസ്സിൽ തന്നെ അങ്ങോട്ട് കുഴിച്ചു മൂടി. അങ്ങനെ നമ്മൾ +2-ലെത്തിട്ടോ. ഒരു ദിവസം ടെസ്സി ടീച്ചറെ പേടിച്ച് മനുവും സുമേഷും അജിത്തും അംജിത്തും ലിജിനും വിനീതും ഒക്കെ ക്ലാസ് കട്ടാക്കി നെയ്യാഡാമിൽ പോയി. ഡാം പലതവണ കണ്ടിട്ടുണ്ടെങ്കിലും ഒരു അത്ഭുതമായി തോന്നുന്നത് ക്ലാസ് കട്ടായി പോകുമ്പോഴാണ്. പോയൊരു കൂട്ടുകാരൻ ബാഗ് ക്ലാസ്സിൽ വെച്ചിട്ട് പോയി. 4 മണിക്ക് മുൻപ് എത്താൻ പറ്റില്ല. പിന്നെ പറയാനുണ്ടോ, ടീച്ചർ അറിയുന്നു, പോയ എല്ലാവരെയും വീട്ടിലറിയിക്കുന്നു, സ്റ്റാഫ് റൂം രക്ഷിതാക്കളെ കൊണ്ടങ്ങോട്ട് നിറയുന്നു. പിന്നെ മറക്കാൻ കഴിയാത്തത് നമ്മുടെ ആ ഒരു +2-ലെ ടൂറാണ് കേട്ടോ. സയൻസ് ബാച്ച് മൈസൂരിലോട്ട്. നമ്മൾ സിൽവർ സ്റ്റോം, വാഴച്ചാൽ വെള്ളച്ചാട്ടം, കൊച്ചിൻ ഷിപ്പ്യാർഡ്. നമ്മുടെ റോസ്മേരി ടീച്ചറിന്റെ ഭർത്താവ് അവിടെ ആയിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അങ്ങനെ കപ്പലിനകവുമെല്ലാം കയറിക്കണ്ട് വൈകുന്നേരം ഒരു സിനിമ കാണാൻ ടൂർ ലിസ്റ്റിലുമുണ്ട്. എന്നാൽ മമ്മൂട്ടി ഫാൻസായ സാബുവും രാജേഷും വിനീതും ഷാലുവും ഷിയായും അംജിത്തും പിന്നെ ഞാനും, മോഹൻലാൽ ഫാൻസായ സാജനും ശ്യാമും രാഹുലും സതീഷും അനീഷും സുമേഷും തുടങ്ങിയ കൂട്ടുകാരും തമ്മിൽ ചെറിയ അടിയൊക്കെയായി. എങ്കിലും അവസാനം മമ്മൂട്ടി ചിത്രം പോത്തൻ വാവ കണ്ടു തിരികെ എത്തി. പിന്നെ എക്സാമായി ഞങ്ങളെല്ലാം അങ്ങോട്ട് പിരിഞ്ഞു. ഞാൻ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ മാത്രമാണ് സ്കൂളിൽ പോയിട്ടുള്ളത് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. കഴിഞ്ഞ മാസം മെസ്സേജും തുടർന്നൊരു കോളും വന്നു. അജിത്ത് ലാലായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്. സ്കൂളിലെ ആദ്യ +2 ബാച്ച് മുതൽ 25 വർഷം വരെയുള്ള എല്ലാ ബാച്ചും
അവരുടെ ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടത്തുന്നുവെന്നും ഞാൻ നിർബന്ധമായും അതിൽ പങ്കെടുക്കണമെന്നുമായിരുന്നു ആവശ്യം. സത്യത്തിൽ ആദ്യമൊക്കെ ഉഴപ്പേക്കാം എന്നൊക്കെ വിചാരിച്ചെങ്കിലും നോക്കട്ടെ, ഫ്രീ ആണെങ്കിൽ വരാമെന്ന് പറഞ്ഞ് തൽക്കാലം കോൾ അങ്ങോട്ട് കട്ടാക്കി. അപ്പോഴും നമുക്കൊരു +2 ഗ്രൂപ്പ് പോലുമില്ല. ഒരു ദിവസം അജിത്ത് ടെസ്റ്റ് ടീച്ചറിന്റെ നമ്പർ തന്നു. വെറുതെ ഒരു മെസ്സേജ് അങ്ങോട്ട് ഇട്ടു. ഉടനെ വിളി വന്നു. മോനെ എന്നായിരുന്നു തുടക്കം. ആ ഒരു കോളിൽ എനിക്കെന്റെ ടീച്ചറിന്റെ സ്നേഹം മനസ്സിലാക്കി. ഈ പ്രോഗ്രാമിന് ടീച്ചർ വളരെയധികം കഷ്ടപ്പെടുന്നുവെന്ന് എനിക്ക് തോന്നി. പിന്നെ ഒന്നും നോക്കിയില്ല കേട്ടോ, അങ്ങോട്ട് കൂടെ നിന്നു. പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിലാണ് +2 കൂട്ടുകാരെ എല്ലാവരെയും ഒരുമിച്ച് കാണുന്നത്. ഇപ്പോൾ നമുക്കൊരു ഹ്യൂമാനിറ്റീസ് 2005-2007 എന്നൊരു വലിയ ഗ്രൂപ്പുണ്ട്. 2000 മുതൽ 2018 വരെയുള്ള എല്ലാവരും സയൻസ്, ഹ്യൂമാനിറ്റീസ്, ചേട്ടൻ അനിയൻ എന്നിങ്ങനെ ഭേദമില്ലാതെ കൈമൈ മറന്നുള്ള അധ്വാനായിരുന്നു. പക്ഷേ ഇതൊന്നുമല്ല എടുത്തു പറയേണ്ടത്. പ്രിൻസിപ്പൽ സിസ്റ്റർ സൂസൻ ഒരു വല്ലാത്ത വൈബാണ് കേട്ടോ. രാത്രി 10 മണിക്ക് മാത്രം കിട്ടിയ സ്റ്റേജും ഹോളും വൃത്തിയാക്കാൻ ആദ്യം ചൂലെടുത്തത് സിസ്റ്റർ തന്നെയായിരുന്നു. പിന്നെ നമുക്ക് എങ്ങനെയാണോ മാറി നിൽക്കാൻ പറ്റുക? സിസ്റ്റർ പോകുന്നതിന് മുമ്പ് തന്നെ ഈ കൂട്ടായ്മ വേണമെന്ന ടെസ്റ്റ് ടീച്ചർ പലപ്പോഴും പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് അപ്പോഴാണ് മനസ്സിലായത്. പിന്നെ നമ്മുടെ മോളിയമ്മ ടീച്ചറില്ലേ, 2006 ഇവിടെ നിന്ന് പോയിട്ട് സിസ്റ്റർ സൂസന്റെ ക്ഷണപ്രകാരം അമ്പൂരിലെത്തി എല്ലാം ഭംഗിയാക്കാൻ കാണിച്ച ആ ഒരു മനസ്സുണ്ടല്ലോ, അതൊരു മനസ്സ് തന്നെയാണപ്പാ. നമ്മുടെ ബിന്ദു ടീച്ചറിന്റെയും കണ്ണ് നിറഞ്ഞത് ഞങ്ങളെ ശരിക്കും അത്ഭുതപ്പെടുത്തി. പിന്നെ നമ്മുടെ കൂട്ടുകാരെ ഓരോരുത്തരെ പേരെടുത്ത് പറഞ്ഞാൽ നിൽക്കില്ല കേട്ടോ. എന്തിന്, PSC പരീക്ഷ പോലും വേണ്ടാന്ന് വെച്ച് തലേന്ന് വന്നുകൂടിയവരും, ഡൽഹിയിൽ നിന്ന് ഫ്ലൈറ്റ് എടുത്ത് വന്നവരും, ചെന്നൈയിലും എറണാകുളത്തും തൃശ്ശൂരിൽ നിന്നൊക്കെ 2 ദിവസം മുമ്പ് കൂടെ പഠിച്ച കൂട്ടുകാർക്ക് വേണ്ടി എത്തിച്ചേരണമെങ്കിൽ ആ സ്കൂളിന്റെ പേര് അമ്പൂരി എന്നായിരിക്കും. അവിടെ 2000 തൊട്ട് 2018 വരെയുള്ളവർ ഒറ്റക്കെട്ടായിരുന്നു. അതുകൊണ്ടെന്താ, ഞങ്ങളിപ്പോൾ ഒരു കുടുംബമായി. ഇനിയും മുന്നോട്ട് പോകണം. കൂട്ടായ്മയും കൂടിച്ചേരലും, അത് കുടുംബമൊത്തുള്ളൊരു കൂടിച്ചേരൽ, അത് ഞങ്ങളുടെ സ്വപ്നമാണ്. പക്ഷേ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല കേട്ടോ മോളിയമ്മ ടീച്ചറിനോടും ടെസ്സി ടീച്ചറിനോടും കൂടെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് സംസാരിക്കാൻ പറ്റുമെന്ന്. പൂരിയുടെ ചരിത്രത്തിൽ തന്നെ ഹയർ സെക്കൻഡറിയുടെ ഇത്രയും മനോഹരമായൊരു പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടന്നിട്ടേയില്ല കേട്ടോ. മനു സുരേന്ദ്രൻ, 2007 ഹ്യൂമാനിറ്റീസ് ബാച്ച്.